അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്പോൾ വന്ന ഈ ഒരു വാർത്ത? ഈ ഗോഹർ ഷാഹി ത്വരീഖത്ത് ശരീഅത്ത് വിരുദ്ധമാണ് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പണ്ഡിത നിലപാടായിക്കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ അദ്ദേഹത്തിൻ്റെ അനുയായികൾ കാണുന്നത് മഹ്ദിയായിട്ടാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായിക്കൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്ലാം മാത്രമല്ല മറ്റു മതങ്ങളൊക്കെ മോക്ഷത്തിൻ്റെ മാർഗമാണ് എന്ന രീതിയിലൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസ രീതികൾ അവർക്കുണ്ട് എന്നതൊക്കെ പറയുന്നു. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും ഒക്കെ അവരുടെ അനുയായികളോട് വളരെ ഗൗരവത്തോടു കൂടി പറയേണ്ട ചില വിഷയങ്ങളുണ്ട്. ഈ ത്വരീഖത്ത് മാത്രമല്ല, എല്ലാ ത്വരീഖത്തുകളും മതവിരുദ്ധമാണ് എന്ന നിലപാട് ആർജവത്തോടു കൂടി പറയാൻ സമസ്തയെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് സാധിക്കേണ്ടതുണ്ട്. കാരണം എന്താ, ഇവിടെ മഹ്ദിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തെക്കുറിച്ച് വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെയുള്ള എല്ലാ ത്വരീഖത്തുകളുടെയും നമ്മളുടെ നാട്ടിൽ അറിയപ്പെടുന്ന എല്ലാ ത്വരീഖത്തുകളുടെയും അതിൻ്റെ ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ഷെയ്ഖ് പടച്ചോനാണെന്നാണ്. അവരുടെ ഷെയ്ഖ് പടച്ചോനായിട്ട് ദുനിയാവിലേക്ക് അവതരിച്ച ആളാണെന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വഹി എത്തുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വിശ്വാസങ്ങൾ അവരിലേക്കുണ്ട്. അങ്ങനെയുള്ള അബദ്ധജടിലമായ 1000 വിശ്വാസങ്ങൾ ഇങ്ങനെയുള്ള ഈ ത്വരീഖത്തുകൾക്കിടയിലൊക്കെ ഇങ്ങനെയുള്ള സൂഫി വിശ്വാസങ്ങൾ അവർക്കുണ്ട്. അനൽ ഹഖ് വിശ്വാസമുണ്ട്, ഞാൻ തന്നെ പടച്ചോനാണ് എന്ന രീതിയിലുള്ള വിശ്വാസം ഇവർക്കൊക്കെ ഉണ്ട്, ഈ ത്വരീഖത്തുകൾക്കൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ഗൗരവപ്പെട്ട വിശ്വാസം മഹ്ദിയാണ് എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ഗൗരവല്ലേ ഞാൻ പടച്ചോനാണെന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെ ഫറോവ പറഞ്ഞതുപോലെയുള്ള അഹങ്കാരത്തിൻ്റെ വർത്തമാനം. ആ വർത്തമാനം പറയുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള ത്വരീഖത്തുകളുടെ എല്ലാം ഉള്ളിലുള്ള വിശ്വാസം. അതാണ് അവരുടെ വിശ്വാസം. ആർജവത്തോടുകൂടി തുറന്നു പറയാനും ആളുകൾക്ക് മുന്നിൽ സംസാരിക്കാനും ത്വരീഖത്തുകാർ തയ്യാറല്ലല്ലോ. കാരണം അവരുടെ വിശ്വാസങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റാത്തതാണ് എന്ന് അവർക്കൊക്കെ ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ അതിനെതിരെ കൂടി ശക്തമായി നിലപാട് സ്വീകരിക്കാൻ സമസ്തക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം.